യുഎസും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ പ്രധാന മധ്യസ്ഥ രാജ്യമായി മാറുകയാണ് പാകിസ്ഥാൻ. മധ്യസ്ഥതയുടെ ഭാഗമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാരാന്ത്യത്തിൽ ഇസ്ലാമാബാദ് ഒരു ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. യുഎസ് വൈസ് പ്രസിഡന്റിനെയും ഇറാൻ പാർലമെന്റ് സ്പീക്കറെയും വെടിനിർത്തൽ ചർച്ചകൾക്കായി ഒരുമിച്ച് കൊണ്ടുവരാനാണ് പാകിസ്ഥാന്റെ ശ്രമം. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ഉടൻ ആക്രമിക്കില്ല എന്ന ട്രംപിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കിയത് എന്നാണ് വിവരം. സാധ്യമായ ചർച്ചകൾക്കായി യുഎസ് പ്രതിനിധി സംഘം 1-2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിലേക്ക് എത്തും. എന്നാൽ അവിശ്വാസം കാരണം ഇറാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ സ്രോതസ്സുകൾ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം വൈറ്റ് ഹൗസ് പ്രത്യേക വക്താവ് സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരെ കൂടാതെ വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവർ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ഉൾപ്പെടെയുള്ള ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് തന്നെയാണ് ഇസ്രായേലി ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി സംസാരിച്ചതായും മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് പാകിസ്ഥാന്റെ സഹായം വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി തുർക്കി, പാകിസ്ഥാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ അമേരിക്കയും ഇറാനുമായും ചർച്ച നടത്തിയിരുന്നു. 3 രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ വൈറ്റ് ഹൗസ് പ്രതിനിധി വിറ്റ്കോഫുമായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും വെവ്വേറെ ചർച്ചകൾ നടത്തിയതായി അമേരിക്കൻ മാധ്യമമായ ആക്സിയോസും സ്ഥിരീകരിച്ചിരുന്നു. 4 ആഴ്ച പിന്നിടുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അപ്രതീക്ഷിതമായാണ് പാകിസ്ഥാന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്.